Hi friends, once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG15 കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ തിയറി ആൻഡ് പ്രാക്ടീസ് ഈ ഒരു സബ്ജക്റ്റിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ അനലൈസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്. ഈ ഒരു ഭാഗത്തിൽ 4-5 നിങ്ങൾക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തരുമായിരിക്കും. അപ്പോൾ ABCDEF അങ്ങനെ പറഞ്ഞ് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒരു 4 എണ്ണമായിരിക്കും മാക്സിമം എഴുതാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗമാണെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, The nameless unknown, it seems to me, is the source of the something me see. The poem talks about the ultimate reality, the divine, which is beyond words and definitions. It's the source of everything we see and experience, but our limited perception can't grasp it fully. The poet is essentially asking, how do I describe something that's indescribable? It's like trying to capture the infinite in a finite language. ഈ ഒരു പോയറ്റ് അദ്ദേഹം ലോകത്തിലെല്ലാം ഒന്നും സത്യം കാണുന്നില്ല, എല്ലാം മിഥ്യയാണ്, അല്ലെങ്കിൽ ഒന്നും തന്നെ സത്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം സത്യം അന്വേഷിച്ച് നടക്കുകയാണ്. റിയാലിറ്റി അന്വേഷിച്ച് നടക്കുമ്പോൾ അൾട്ടിമേറ്റ് റിയാലിറ്റി അദ്ദേഹം കണ്ടെത്തുന്നത് ഡിവിനിറ്റിയിലാണ്. ഡിവൈൻ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മീയതയിൽ അല്ലെങ്കിൽ ദൈവത്തിലാണ് അദ്ദേഹം അവസാനം ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി കണ്ടെത്തുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇതൊന്നും നമുക്ക് ഡെഫിനിഷൻസിലോ അല്ലെങ്കിൽ ഇത്ര വേർഡ്സിലോ ഒന്നും തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹം പോയറ്റ് പറയുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈൻ പവറാണ് നമ്മളുടെ എല്ലാ എക്സ്പീരിയൻസുകളുടെയും നമ്മൾ എന്തൊക്കെ കാണുന്നോ അതിലെല്ലാം തന്നെ ഈ ഒരു ഡിവൈൻ പവർ ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഈ ഒരു പെർസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിമിറ്റ് ഉണ്ട് നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക്, അല്ലേ? നമുക്ക് എല്ലാം ഒന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കാത്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് എനിക്ക് ഒട്ടും തന്നെ വാക്കുകളാലോ അല്ലെങ്കിൽ എന്താ പറയുക ഓരോ ഡെഫിനേഷനാലോ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടത് എന്നാണ് റീഡേഴ്സിനോട് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ചോദിച്ചു വെക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനന്തമായ ഒരു കാര്യത്തെ പരിമിതമായ കുറച്ച് വാക്കുകളാൽ ഒതുക്കി കൂട്ടുന്നത് പോലെയായിരിക്കും അദ്ദേഹം ഈ ഒരു ഡിവൈൻ പവറിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എന്നാണ് പോയത്തിൽ കൂടെ പറയുന്നത്. കബീർ, എ മിസ്റ്റിക് പോയറ്റ്, often emphasized that God is formless and can't be captured by words or images. He believed that the true essence of reality lies beyond a definition, and it's the foundation of everything we perceive. This idea is central to many Eastern mystical traditions, where the goal is to merge with the universal, experiencing the divine beyond words. മിസ്റ്റിക് പോയിറ്റ് ആയിട്ടുള്ള കബീർ, അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു രൂപമൊന്നുമില്ലാത്ത വേർഡ്സുകളാലോ ഇമേജസിനാലോ ചിത്രങ്ങളാലോ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ രൂപം. മനുഷ്യനൊരു പെർസെപ്ഷൻ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അതായിരിക്കും ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ രൂപത്തെ ചിത്രീകരിക്കുന്നത് എന്നാണ് കബീർ പറയുന്നത്. ഈ ഒരു ഐഡിയ തന്നെയാണ് ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷനിൽ ഉപയോഗിച്ചിട്ടുള്ളതും. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക ഡിവൈൻ പവറിനെ ബിയോണ്ട് വേർഡ്സ്, ഇങ്ങനെ ചുരുക്കം വേർഡ്സുകളാൽ ഒതുക്കി കൂട്ടാതെ ആ ഡിവൈൻ പവറിനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഓരോ എക്സ്പീരിയൻസുകളിലും ഓരോ കാര്യങ്ങളിലും കണ്ടെത്തുക എന്നതാണ് കബീറിൻ്റെ കാഴ്ചപ്പാട്. In simple terms, the poem is highlighting the limitations of language in describing the ultimate truth. It's an invitation to explore the mystical experience where the self merges with the universal and the boundaries of words dissolve.
നമുക്ക് മനസ്സിലായാലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഡിവിനിറ്റി പവർ ഉണ്ട്. ആ ഡിവിനിറ്റി പവറിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. പക്ഷേ വേർഡ്സുകളാലോ അല്ലെങ്കിൽ ഡെഫിനിഷനാലോ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. Worldly comfort is an illusion. As soon as you get it, it goes. Have chosen the indestructible for my refuge, him whom the snake of death will not devour. Mirabai's poem highlights the fleeting nature of worldly pleasures, calling them an illusion that disappears once attained. She seeks refuge in Lord Krishna, the dark dweller, and Hari, describing him as the indestructible one. By surrendering to the divine, Mirabai believes she is protected from the cycle of birth and rebirth, symbolized by the snake of death. ലോകസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് മീരാബായി. അവളുടെ അൾട്ടിമേറ്റ് ഒരു പ്ലഷർ എന്ന് പറയുന്നത് ലോർഡ് കൃഷ്ണയായിരുന്നു. അവൾ പറയുന്നത് ലോർഡ് കൃഷ്ണയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനുമായി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മരണം എന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മരണം, റീബേർത്ത് എല്ലാം, ജനനം, റീബേർത്ത് എല്ലാം തന്നെ ഈ ലോർഡ് കൃഷ്ണയിൽ ഉണ്ട് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം അവൾ പറയുന്നത് അവളവിടെ ലോർഡ് കൃഷ്ണനെ ഡാർക്ക് ജ്വല്ലർ, ഹരി എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ റീബേർത്ത് ചെയ്യുന്ന ആ ഒരു ആക്ടിനെ സ്നേക്ക് ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ മീരാബായി മറ്റൊരു കാര്യം കൂടിയും പറയുന്നത്, വേൾഡ്ലി പ്ലഷേഴ്സ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പിന്നാലേക്ക് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു ഇല്യൂഷനായിട്ട് മാറുകയാണ്. അത് താത്കാലികം മാത്രമാണ്, അത് നിലനിൽക്കുന്നില്ല. അതേസമയം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ലോർഡ് കൃഷ്ണയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. ഡിവിനിറ്റി, ഡിവൈൻ പവർ എന്നൊക്കെയാണ് മീരാബായിയുടെ കൺസെപ്റ്റ്. This poem is a prime example of Bhakti poetry, showcasing personal emotional rebellion against traditional religious and social norms. ഈ വേർഡ്സുകൾ, ഈ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വേർഡ്സുകൾ ഭക്തി പോയട്രിയുമായിട്ട് വളരെ സാമ്യമുള്ളതും എക്സാമ്പിളായിട്ട് നമുക്ക് നൽകാവുന്ന ഒന്നുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ആറ്റിറ്റ്യൂഡ്സിൻ്റെയും സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറേ നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ എതിർത്തുകൊണ്ട് ഒരു ഇമോഷണൽ ഫീലിങ്സ് നൽകിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പോയമാണിത്. Mirabai's work emphasizes the impermanence of material comforts and the enduring nature of spiritual connection. Her poetry is a testament to the power of devotion and the human quest for transcendence. മീരാബായിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കംഫർട്ടുകളും തന്നെ ഒന്നും പെർമനൻ്റ് അല്ല, താത്കാലികം മാത്രമാണ്. അതേസമയം ഒരു ദൈവവുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് അത് പെർമനൻ്റ് ആണ് എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മീരാബായിന് നമുക്ക് എല്ലാവർക്കും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് അവളുടെ ആ ഒരു തീക്ഷ്ണത, അല്ലെങ്കിൽ ദൈവത്തിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു ദാഹം, അതിനെക്കുറിച്ചിട്ട് അവൾ മറ്റുള്ളവർക്കും ആ ഒരു ഇൻസ്പിറേഷൻ നൽകുകയാണ് അവളുടെ പോയത്തിൽ കൂടെ. അടുത്തൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. At this extraordinary sight, everything seemed to turn round with him. He felt as though he could hardly keep upright of his legs. But though trembling all over as though with fever, he resolved to wait till the nurse should return to the carriage. Question D. Falling in love with you was like taking a sip of poison. Come, my healer, forsaken, I am sad. Next question. 1,000 times, my Guru, I asked, how shall the nameless be defined? I asked and asked, but all in vain. ഞാൻ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുകൾ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം ഇതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ചാൽ മതിയാകും. കാരണം ഇതൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വിട്ട് കളയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ്
പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചെങ്കിലും ഇതായിരിക്കില്ലേ വരിക, വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൽ നിന്നും ഒരെണ്ണങ്ങാനും വരുമായിരിക്കും. പിന്നെ അവിടെ നിന്നൊക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസുകളായിരിക്കും വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനും ബെറ്ററായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മറ്റു ക്വസ്റ്റ്യനുകൾക്കാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള എല്ലാ സ്കോപ്പുണ്ട്. പിന്നെ എനിക്കും റെഫറൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുകൾക്ക്. കാരണം എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. സോ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 2 ഓൺവേർഡ്സ് ഞാൻ വിത്ത് ദ നോട്ട്സ് തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് വിച്ച് മാർക്ക് ദ ഭക്തി മൂവ്മെൻറ്റ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The Bhakti movement was a significant spiritual and social reform movement in medieval India. It emphasized personal devotion and love for a personal deity as the sole means of attaining salvation. The movement's core principles challenged existing orthodox practices and promoted an inclusive personal form of devotion. Medieval ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ഭക്തി മൊമെൻറ്റ്. ഇതൊരു സോഷ്യൽ റീഫോം സൃഷ്ടിച്ചതും അതുപോലെ തന്നെ സ്പിരിച്വലി ധാരാളം ഗ്രോത്ത് സൃഷ്ടിച്ച ഒന്നുമാണ് ഈ ഒരു ഭക്തി മൊമെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റ് വന്നതോടെ ധാരാളം ചേഞ്ചസ് അന്നത്തെ സൊസൈറ്റിയിൽ വന്നിരുന്നു. കാരണം ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു മെയിൻലി നമ്മളുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ച ഒന്നാണ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. Personal devotion. Bhakti saints believed in intense emotional attachment and selfless love for God. This path was considered superior to elaborate rituals and intellectual knowledge. അന്നത്തെ സമൂഹത്തിൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ടും ബുദ്ധിയിലായിരുന്നു സ്പിരിച്വാലിറ്റി കണക്കാക്കിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും റിച്വൽസിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ നിയമങ്ങൾ, കുറേ നിയമങ്ങളും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഭക്തി മൂവ്മെൻറ്റ് വന്നതിന് ശേഷം പേഴ്സണൽ ഡിവോഷനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഇല്ലാതാക്കി ദൈവത്തിന് ഒരു സെൽഫ്ലെസ് ലവ് ഫോർ ഗോഡാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫിഷ്നെസ് ഒന്നുമല്ല, സെൽഫ്ലെസ് ആയിരിക്കണം, സെൽഫ്ലെസ് ലവ് ഫോർ ഗോഡ്. അതുപോലെ തന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കണം ദൈവവുമായിട്ട്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. ദൈവവുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പോലെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും അന്നത്തെ സിസ്റ്റത്തിൽ ചിന്തിക്കാൻ കൂടിയും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ഭക്തി മൂവ്മെൻറ്റ് വന്നതോടെ വലിയ മാറ്റമാണ് ഉണ്ടായത്. One God. Most Bhakti saints believed in one supreme God who could be worshipped with or without attributes. They condemned polytheism and idol worship. ഭക്തി സെയിൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരേ ഒരു ദൈവത്തിൽ മാത്രമേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം ഗോഡ് അവർ കരുതിയിട്ടുള്ള ആ ഒരു പവറിൽ മാത്രമേ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ. അതേസമയം അന്നത്തെ സൊസൈറ്റിയിൽ ഒരു ദൈവമല്ലായിരുന്നു, കുറേ അധികം ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ. അപ്പോൾ ഇതിനെയൊക്കെ അവർ കണ്ടം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുദൈവ ആരാധനയെയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയെയും ഒരേപോലെ ഈ ഒരു ഭക്തി സെയിൻസ് അവർ എഗെയിൻസ്റ്റ് നിന്നു. റിജക്ഷൻ ഓഫ് റിച്വൽസ്. The movement criticized complex and expensive religious ceremonies, emphasizing purity of heart and mind over external observances. ധാരാളം പൈസ ചിലവഴിച്ചിട്ടുള്ള കുറേയധികം റിച്വൽസ് പെർഫോം ചെയ്തിരുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിനെയൊക്കെ ഈ ഭക്തി സെയിൻസ് സ്റ്റോപ്പ് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു. അവർ പറഞ്ഞത് ഇതൊന്നുമല്ല ആവശ്യം, മറിച്ച് എന്താണ് ആവശ്യം? ഒരു പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, മൈൻഡ് ക്ലിയർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള വെറുതെ അനാവശ്യമായിട്ടുള്ള ചിലവുകളും വെറുതെ അനാവശ്യമായിട്ടുള്ള റിച്വൽസുകളും ഒഴിവാക്കാനായിട്ടാണ് ഭക്തി സെയിൻസ് പ്രൊമോട്ട് ചെയ്തതും. അതുപോലെ അവർ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ക്രിട്ടിസൈസ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. സോഷ്യൽ ഇക്വാലിറ്റി. ഭക്തി സെയിൻസ് ഓപ്പോസ്ഡ് ദ റിജിഡ് കാസ്റ്റ് സിസ്റ്റം, പ്രൊമോട്ടിംഗ് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഇക്വാലിറ്റി എമംഗ് ഓൾ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഓർ ജെൻഡർ. അതുപോലെ മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യം ഭക്തി സെയിൻസ് മുഖേന ഇന്ത്യയിൽ നടന്നത്, അവർ ഈ പറയുന്ന എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കി.
കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ ഇത് മുഖേന കുറേ അധികം ആൾക്കാർ വേർതിരിച്ച് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാ വ്യക്തികളെയും പരിഗണിക്കാനായിട്ട് തുടങ്ങി. Vernacular languages. Saints composed their works in local languages, making their message accessible to the masses and enriching regional literature. അതുപോലെ ഭക്തി സയൻസ് അവരെഴുതിയിട്ടുള്ള ബുക്സുകളെല്ലാം തന്നെ വെർനാക്കുലർ ലാംഗ്വേജിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടുതലായിട്ടും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം അവർ ചെയ്തത്. Importance of a guru. Many Bhakti traditions emphasize the necessity of a spiritual guide to mentor the devotee on the path to self-realization. ഭക്തി സയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഒരു മെൻറ്ററിന് ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പിരിച്വൽ ഗൈഡ് ഓരോ വ്യക്തിക്കും വേണം എന്ന് ഒരു ആവശ്യം കൂടെ ഇവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതാണ് ഗുരു എന്ന് പറയുന്നത്. ഇൻക്ലൂസിവിറ്റി. The movement welcomed everyone, including women and lower caste, who were often marginalized by orthodox practices. ഇവിടെ ഈ ഒരു ഭക്തി മൂവ്മെൻറ്റ് മുഖേന ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ സാധാരണ ജനങ്ങൾ വെച്ചാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിൽപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഈ റിച്വൽസ് മുഖേന ഇവരൊക്കെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇക്വാലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെയുള്ള ഓർത്തഡോക്സ് പ്രാക്ടീസസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സിമ്പിൾ മോറൽ ലൈഫ്. Saints encouraged followers to live a life of simplicity, honesty, kindness and moral purity. സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു സെയിൻസ് തിരഞ്ഞെടുത്തിരുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരോടും അവർ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ അവർ പറയാൻ തുടങ്ങി ഇതുപോലെ സാധാരണ ജീവിതം നയിക്കാനായിട്ടും സത്യസന്ധമായിട്ടുള്ള കൈൻഡ്നെസ്സോടു കൂടിയുള്ള കുറേയധികം വാല്യൂസ് ഉള്ള ജീവിതം നയിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഇമ്പാക്റ്റ്. The Bhakti movement had a profound impact on Indian society, promoting a more direct, personal and egalitarian approach to faith and living. It bridged the gap between different castes and communities, fostering a sense of unity and shared spirituality. അറ്റ് ദി എൻഡ് ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാം, ഭക്തി മൊമെൻറ്റ് ഇന്ത്യയിൽ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. എസ്പെഷ്യലി നമ്മളുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചു. സ്പിരിച്വൽ ലൈഫ് മാത്രമല്ല, ഇങ്ങനെ റിച്വൽസൊക്കെ കൂടെ കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്താനും അവരുടെ ജീവിതത്തിലൊരു വേറിട്ട അനുഭവം തന്നെ ഈ ഒരു ഭക്തി മൊമെൻറ്റിൽ കൂടെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. Third question, what is Doha? In what way does Kabir's poetry encapsulate the Hindu and Muslim traditions? A Doha is a fundamental form of self-contained rhyming verse in Indian poetry, consisting of 2 lines, each with a specific meter. Originating from Sanskrit, it gained prominence in various North Indian languages, notably Hindi and Urdu. ഇന്ത്യൻ പോയിട്രിയിൽ തന്നെ സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള ഒന്നാണ് ദോഹ എന്ന് പറയുന്നത്. ഇതിൽ റൈമിംഗ് വേഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 2 വരികൾ മാത്രമായിരിക്കും, 2 വരികളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി നമുക്കതിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് സ്പെസിഫിക് മെറ്റർ. ദോഹയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സാൻസ്കൃതാണ്. എങ്കിലും അത് പിന്നീട് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലോട്ടും ഈ ഒരു ദോഹയുടെ ഉപയോഗം കൂടി വന്നു. എസ്പെഷ്യലി ഹിന്ദിയിലും ഉറുദുവിലും നമുക്കിത് കാണാൻ സാധിക്കും. The poetic structure of Doha typically allows a complete thought or idea to be expressed succinctly within its 2 lines. Often functioning as a couplet or proverb, many influential poets and saints including Kabir, Tulsidas and Rahim used the Doha format to convey profound spiritual and moral messages in a simple, accessible language to the common people.
ദോഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് വരികളിൽ തന്നെ കംപ്ലീറ്റ് ആശയം ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി പ്രോവേബ്സിലൊക്കെ പഴഞ്ചൊല്ലുകളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. പിന്നീട് ഈ സെയിൻസ് ലൈക്ക് കബീർ, തുളസിദാസ്, റഹീം ഇവരൊക്കെ ഈ ദോഹയാണ് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളിലോട്ട് കൃത്യമായിട്ട് ആശയം എത്തിച്ചേരാനും അതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കും ഈ ദോഹയുടെ ഈ ഒരു ടെക്നിക്കൽ യൂസേജ്. Kabir's poetry masterfully blends Hindu and Muslim traditions through its universal spiritual themes, rejection of religious formalities, and use of everyday language. His work aims to transcend the external ritualistic differences between the two faiths, focusing instead on a shared internal experience of the divine. ഹിന്ദു ട്രഡീഷനും മുസ്ലിം ട്രഡീഷനും രണ്ടും വളരെയധികം വിശ്വാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ റിച്വൽസിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. കബീറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ട് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇവരുടെ വിശ്വാസങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം അൾട്ടിമേറ്റ്ലി ഒരു ഡിവൈൻ പവറിലാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് ഈ ദോഹയിൽ കൂടെയാണ് അദ്ദേഹം പലപ്പോഴും ആശയവിനിമയം നടത്താൻ ശ്രമിച്ചത്. കാരണം ആ രണ്ട് വരികളാൽ തന്നെ എല്ലാ ആശയവും ഉൾപ്പെടും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇൻക്ലൂസിവിറ്റി ആൻഡ് ദ യൂണിവേഴ്സൽ ഡിവൈൻ. കബീർ challenges the exclusive claims of both religions, asserting that the same God is worshipped under different names, such as Ram for Hindus and Allah for Muslims. He emphasizes that the divine presence resides within every human being, making external places of worship, like temples or mosques, less significant than introspection and a pure heart. കബീറിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഹിന്ദു ഗോഡ്സ് രാം എന്ന് പറയുന്ന പേരിലും മുസ്ലിം ഗോഡ്സ് അള്ളാ എന്ന് പറയുന്ന പേരിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളെ മനുഷ്യർ തന്നെ ഓരോ പേരിട്ട് വിളിക്കുകയാണ് എന്നാണ് കബീർ പറയുന്നത്. പക്ഷേ എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ്. അറ്റ് ദി എൻഡ് ദൈവം ഗോഡ് എന്നൊരു വാക്കിനാൽ എല്ലാം ഒതുങ്ങിച്ചേരുന്നുണ്ട്. അതുപോലെ ഹിന്ദുസ് അവർ ടെമ്പിളിൽ പോയിട്ട് അവർ വേർഷിപ്പ് നടത്തുന്നു, മുസ്ലിംസ് ആവട്ടെ മോസ്കിൽ പോയിട്ട് അവരും വേർഷിപ്പ് നടത്തുന്നു. അപ്പോൾ ഇവർ എല്ലാം തന്നെ ഹിന്ദു ജനം അവരുടേതായ ഒരു പ്ലേസ് വേർഷിപ്പിന് വേണ്ടി ഒരു പ്ലേസിനെ കണ്ടെത്തുകയും മുസ്ലിം വിഭാഗം അവർക്ക് അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാനായിട്ട് അവരും ഒരു വേർഷിപ്പ് നടത്താനായിട്ട് അവരും ഒരു പ്ലേസ് കണ്ടെത്തുകയാണ്. എന്നാൽ ഇതൊന്നുമല്ല ആവശ്യം എന്നാണ് കബീർ പറയുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു ഹാർട്ട് മാത്രം മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ദൈവത്തെ പൂജിക്കാം, ആരാധിക്കാം എന്നാണ് കബീർ വ്യക്തമാക്കുന്നത്. This concept directly bridges the two traditions by advocating a universal, formless, nirguna understanding of God that is accessible to all, irrespective of a religious affiliation. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ വ്യക്തികളെയും എല്ലാ മനുഷ്യരെയും ഒരേ ദൈവത്തിൽ കൂട്ടിയണക്കിക്കൊണ്ട് നിർഗുണ എന്നൊരു ഫോംലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഇവിടെ അദ്ദേഹം റിലീജിയസ് കൺസെപ്റ്റുകളെ ഒന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല. റിജക്ഷൻ ഓഫ് റിച്വാലിസം ആൻഡ് ഓർത്തഡോക്സി. A key aspect of Kabir's synthesis is his strong critique of the rigid rituals and dogmas practiced by both communities. He mocked the Hindu practice of idol worship and bathing in holy rivers, just as he criticized the Muslim practices of fasting and public calls to prayer from a minaret, if performed without genuine devotion. കബീർ ഇവിടെ ഈ റിച്വൽസിനെയും ഇതുപോലെയുള്ള മുസ്ലിം ഹിന്ദു വേർഷിപ്പ് പ്രാക്ടീസസിനെയും ഒക്കെ തന്നെ കാപട്യമായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് മിനാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പബ്ലിക്കിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്
എന്ന് മുസ്ലിംസിനോടും അതേസമയം ഹിന്ദുസിനോടും അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ ഹോളി റിവേഴ്സിൽ പുണ്യനദിയിലെല്ലാം പോയി നിങ്ങൾ മുങ്ങിക്കുളിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള ഐഡൽ വേർഷിപ്പുകൾ നടത്തുന്നത്, ഇതിനൊന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. By rejecting the outward performances that divided the two groups, he encouraged a shared both of simple, heartfelt devotion and moral living. ഈ രണ്ട് മതങ്ങളുടെയും ഇതുപോലുള്ള റിച്വൽ പ്രാക്ടീസസുകളെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ലിവിങ് ആണ് ആവശ്യം, സിമ്പിളായിട്ടുള്ള ജീവിത ശൈലിയാണ് ആവശ്യം, അല്ലെങ്കിൽ ഹാർട്ട് ഫെൽറ്റ് ഡിവോഷനാണ് ആവശ്യം എന്നൊക്കെ അദ്ദേഹം അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. Metaphorical language. Kabir's language, often referred to as Sadhukari or language of the wandering saints, is a simple vernacular blend of several North Indian dialects. This accessible language ensures his message reached a broad audience from different backgrounds. ഇവിടെ കബീറിൻ്റെ വോയിസ് അല്ലെങ്കിൽ കബീറിൻ്റെ ശബ്ദത്തെ വിശുദ്ധരുടെ ഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ സാധുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുക, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുക. ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാഷാ ശൈലി പലപ്പോഴും മറ്റുള്ളവരും പിന്തുണച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഡയലക്ട്സുകളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാഷാ ശൈലി കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് ഓഡിയൻസ് ഉണ്ടായിരുന്നത്. He frequently uses metaphors from daily life such as the potter's wheel, the weaver's loom, or the practice of grinding grain to illustrate spiritual truths. These universal symbols resonated with both Hindu and Muslim communities engaged in similar trades, further unifying them through shared experiences and a common spiritual understanding. അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിൽ എപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചില മെറ്റഫേഴ്സാണ്, ഡെയിലി ലൈഫിൽ നിന്നും എടുത്തിട്ടുള്ള മെറ്റഫേഴ്സാണ്. ലൈക്ക് പോട്ടേഴ്സ് വീൽ, ദ വീവേഴ്സ് ലൂം, പ്രാക്ടീസ് ഓഫ് ഗ്രൈൻഡിങ് ഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർ ചെയ്തിരുന്ന വർക്ക്സുകളാണ് ഇതൊക്കെ തന്നെ. എസ്പെഷ്യലി ഹിന്ദു മുസ്ലിം ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്സുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഈ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മെറ്റഫേഴ്സ് വെച്ച് കണക്ട് ചെയ്ത് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആകാനും സാധിച്ചിരുന്നു. In essence, Kabir's poetry does not seek to create a new religion, but to reveal the fundamental unity underlying existing faiths. He uses the Dota form as a simple yet powerful medium to advocate for a shared humanity and a direct personal relationship with God, making his work a timeless testament to religious harmony. അതിന് നമുക്കൊരു കൺക്ലൂഷനിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ. കബീറിൻ്റെ പോയട്രി എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് ദൈവവുമായിട്ടൊരു സ്പിരിച്വാലിറ്റി അദ്ദേഹം അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതേസമയം അദ്ദേഹം ഒരിക്കലും ഒരു പുതിയ റിലീജിയൻ ഇവിടെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷെ ഉള്ള റിലീജിയനോട് അദ്ദേഹം പറയുകയാണ്, ഒരു ദൈവമേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹൃദയം തന്നെ മാറ്റി വെച്ചാൽ മാത്രം മതി, വേറൊരു വേർഷിപ്പിന് വേണ്ടി സ്ഥലം നോക്കേണ്ടതില്ല. ഇനി ഇവിടെ ഈ ദോഹയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം ദോഹയിൽ കൂടെ ആയിരുന്നു അദ്ദേഹം പലപ്പോഴും ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഞാൻ ആകെ 3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.